അപ്പോൾ നോക്കണം മക്കൾസേ, നമുക്ക് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ്. നമ്മൾ മാത്സിനകത്തിൽ എന്താണ് പെയർ ഓഫ് ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ? മാത്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്റർ തന്നെ എന്താ പെയർ ഓഫ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ? ഇപ്പോൾ ഫിസിക്സിനകത്തിലെ 2ാമത്തെ ചാപ്റ്റർ എന്താ ഇക്വേഷൻ ഓഫ് മോഷൻ കേട്ടോ. ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ സമവാക്യങ്ങളാണ് അല്ലേ? മോഷൻ എന്ന് വെച്ചാൽ ചലനം. ഈ ചലനത്തിനൊക്കെ ചലിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, മൂവ്മെന്റ് അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കും. ഈ ചലനത്തിന് തന്നെ സമവാക്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സമവാക്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണെന്നറിയോ, ഇതിനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഓരോ പേര് പറയും. കാരണം അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ചാപ്റ്ററിൽ കൂടുതലും കണക്കാണ് കേട്ടോ. തിയറം വളരെ കുറവാണ്, പക്ഷേ തിയറവും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, വെലോസിറ്റി എന്താണ് എന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ടെസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല കുഞ്ഞുങ്ങളെ, നാളെ ഞാൻ ടെസ്റ്റ് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനൊക്കെ ഓരോ പേരുണ്ട്. കാരണം ഈ പേരറിയാൻ വയ്യാതെ നമ്മൾ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതായത് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. നിങ്ങളെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം അല്ലെ, നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. നോക്കിക്കോട്ടെ നിങ്ങളെ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം എന്നാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി കിടപ്പുണ്ട്. ഞാൻ അതിലാണെന്നും യാത്ര ചെയ്യുന്നത്. അപ്പം ഞാൻ ആ കാറ് എൻ്റെ കാർ പോർച്ചിലല്ലേ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഞാനത് എടുക്കുന്നതിന് മുമ്പേ ഞാനത് സ്റ്റാർട്ടാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. വണ്ടി ഒന്നും ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കി തന്നെ ഇട്ടിരിക്കുക. ഞാൻ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ ടയർ ഒന്നും മൂവ് ചെയ്യാതെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. അതിന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി മനസ്സിലാക്കണമെങ്കിലേ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് മനസ്സിലാക്കി തന്നെ പോണേ. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. ഞാൻ ആ വണ്ടി ഒരു ശകലം പോലും മുന്നോട്ട് എടുത്തിട്ടില്ല, അവിടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇട്ടേക്കുക. അപ്പം അതിനുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണെന്നറിയോ? യു എന്നാണ്. എന്താ യു മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. നമ്മൾ ഐ എന്ന് ഇനിഷ്യൽ ആയതുകൊണ്ട് ഐ ആയിരിക്കും എന്നൊന്നും വിചാരിക്കല്ലേ നിങ്ങളെ, യു ആണ് അവിടെ കേട്ടോ. ഇനിഷ്യൽ വെലോസിറ്റിക്ക് യു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതും എടുത്തുകൊണ്ട് അടൂർ വരെ പോയി. ഞാൻ അടൂർ ബുക്ക് സ്റ്റാളിൽ വരെ പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എടുത്ത് ബുക്ക് സ്റ്റാളിൻ്റെ അവിടെ ചെന്ന് വണ്ടി നിർത്തി. ഞാൻ വണ്ടി ആദ്യമേ ഫസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. വണ്ടി ഒരിക്കലും മൂവ് ചെയ്തിട്ടില്ല, സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പം നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഇനിഷ്യൽ. കാരണം തുടങ്ങുക അല്ലേ? അവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നതിന് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയുന്നു. ഞാനപ്പം എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുക. അതിനെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഏത് അക്ഷരമാണ്? അപ്പോൾ ഫൈനൽ ആയതുകൊണ്ട് എഫ് ആണോ? അല്ല, എന്താ വി ആണ് അവിടെ വരുന്നത്. അപ്പോൾ യുവും വിയും തിരിഞ്ഞു പോകല്ലേ നിങ്ങൾ കേട്ടോ. അത് തന്നെ നിങ്ങൾ ആദ്യമേ പഠിച്ചിരിക്കണം. യു എന്താണ്, വി എന്താണ്. നമ്മൾ യു ആയതുകൊണ്ട് യു ചേർത്ത് എന്തെങ്കിലും പേരായിരിക്കും അല്ലേ? വി ആയതുകൊണ്ട് വി ചേർത്ത് എന്തെങ്കിലും പേരായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് വല്ലോ ആണോ? ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗത്തിന് യു എന്നും ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗത്തിന് നമ്മൾ ഏതക്ഷരവും നിങ്ങളെ വി എന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്നാൽ എന്താണ്? മലയാളവും ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ? ആക്സിലറേഷൻ. ഇപ്പം ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്നാൽ വണ്ടി മുന്നോട്ട് പോകുമോ? ഇല്ല. എന്ത് ചെയ്യണം? ആക്സിലറേറ്ററെ കാല് കൊടുക്കണം. അതിൻ്റെ എ തന്നെയാണ്. നിങ്ങളെ ആക്സിലറേറ്ററിന് നമ്മൾ എ എന്ന അക്ഷരം കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ത്വരണം എന്നാണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ മലയാളം. ഏതക്ഷരമാണ്? ത്വരണം. ഇനി ടൈമുണ്ട്, നമുക്ക് സമയം പറയുന്നുണ്ട്. ടൈം ആയതുകൊണ്ട് അല്ലേ എസ് ആയിരിക്കുമെന്നോ അല്ലെ, സമയത്തിന് അല്ലേ എസ് ആയിരിക്കും, ഒന്നും ചിന്തിക്കരുത്. ടൈമിന് ടി ആണ്. അപ്പം ടൈമിന് ടി ആണെന്ന് നമുക്കറിയാം, കാരണം അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ആക്സിലറേഷന് എ ആണ്. ഓക്കെ, പക്ഷേ ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയുടെയും ഫസ്റ്റ് ലെറ്റർ അല്ലേ കുഞ്ഞുങ്ങളെ? പ്രത്യേകം ഞാൻ പറയാം, കണക്കിനകത്ത് നമുക്ക് ഇതിനകത്തിൽ 3 ഇക്വേഷൻ പ്രധാനപ്പെട്ടത് പഠിക്കാനുണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇക്വേഷൻ അറിയണം. അത് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ യുവും വിയും എന്താണെന്ന് അറിയണം. അപ്പോൾ അത് 4 എണ്ണം ഓക്കെ ആണോ? ഇനി അതുപോലെ ഒരു പ്രധാനപ്പെട്ട ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് സ്ഥാനാന്തരം എന്ന് പറയും. നിങ്ങളെ സ്ഥാനാന്തരം, അതിനെ നമ്മൾ എസ് എന്ന അക്ഷരം, നമ്മൾ ആയിരിക്കും സമയത്തിന് എസ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഇത് ഓർത്ത് വെച്ചേക്കണേ. സമയം ആയതുകൊണ്ട് സമയം നമുക്ക് എത്ര എസ് അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ നിങ്ങൾ കേട്ടോ.
ടൈമിന് ടി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 അക്ഷരം പഠിച്ച് ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോലെ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോകും. കാരണം നമുക്ക് ടെസ്റ്റ് എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അപ്പം നമുക്കങ്ങ് മനസ്സിലാക്കി പോകും നിങ്ങളെ. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് യു എന്നും ഫൈനൽ വെലോസിറ്റിയെ വി എന്നും ആക്സിലറേഷനെ എ എന്നും ടൈമിനെ ടി എന്നും ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ഒരുവിധം പഠിച്ചു എന്നാ കേട്ടോ. കാരണം ഇതറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? മനസ്സിലായോ നിങ്ങളെ? ഇനി നമ്മൾ പഠിക്കുന്നത് പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റാണ്. പറയുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ അല്ലേ? പൊസിഷൻ എന്ന് വെച്ചാലും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെ. എന്താ? സ്ഥാനവും സ്ഥാനാന്തരവും എന്നൊക്കെയാണ്. പൊസിഷൻ എന്ന് വെച്ചാൽ സ്ഥാനം കേട്ടോ. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം എന്നാണ്. പൊസിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ബോഡി ഫ്രം ദ ഒറിജിൻ. അതായത് ഒരു മൂലബിന്ദുവിൽ നിന്നും, മീൻസ് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ മൂലബിന്ദുവിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം. എൻ്റെ അവിടെ പടം വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുക, കണ്ടല്ലോ. അതായത് നമ്മളല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഒറിജിനാണ് അല്ലേ? ഇതിന് എന്താ പറയുന്നത്? ഒറിജിന്. ഈ ഒറിജിനിൽ നിന്നും ഞാൻ ഇങ്ങനെ വണ്ടി എടുത്ത് നോക്കിക്കുക. ഇവിടെ വന്നപ്പം ഞാനിവിടെ നിൽപ്പുണ്ട്, ഇവിടെ വന്നപ്പോൾ നിന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ ഒറിജിനിൽ നിന്ന് എവിടെ വരെയാണോ ഞാൻ നിൽക്കുന്നത്, എവിടെ ചെന്നാണോ ഞാൻ നിൽക്കുന്നത്, ഞാനിവിടെ നിൽപ്പുണ്ട് കേട്ടോ, പേടിക്കേണ്ട, അവിടെ നിൽപ്പുണ്ട്. അപ്പം ഇവിടെ നിന്നും ഇവിടെ വരെ പോയില്ലേ? മനസ്സിലാക്കണമെങ്കിൽ മൂലബിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് തുടക്കം. അതിനാണ് ഈ മൂലബിന്ദുവിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം. ഇവിടെ വരെ ഞാൻ നിൽക്കുക, വസ്തു ഉദ്ദേശിച്ച് ഞാനാണെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ വരെയുള്ള ദൂരം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊസിഷൻ എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളെ? സ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ, പൊസിഷൻ. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ നോക്കൂ നിങ്ങളെ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. ചേഞ്ച് ഇൻ പൊസിഷൻ, അത് അവിടെ എന്താ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഇവിടെ വരെ വന്നെന്ന് വെച്ചോ, ചേഞ്ച് ഇൻ പൊസിഷൻ. മനസ്സിലായോ? ഇതിങ്ങനെ ചേഞ്ച് ഇൻ പൊസിഷനാണ്. ഇവിടെ വരെ വന്നു, അവിടെ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നു, വീണ്ടും ഞാനിങ്ങനെ പോയി ഇവിടെ വന്ന്, ഇങ്ങനെ ചേഞ്ച് ഇൻ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ വെലോസിറ്റി. അതിൻ്റെ അറിയണമെങ്കിൽ ഞാനിപ്പോൾ പറയാം. അതായത് സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനത്തിന് ഉണ്ടാകുന്ന മാറ്റമാണ് എന്താ നിങ്ങളെ? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ആദ്യ സ്ഥാനവും ആദ്യം ഇവിടുന്ന് ഇവിടെ വരെ ആദ്യ സ്ഥാനവും പിന്നെ ഇവിടെ വന്ന് ഞാൻ നിൽക്കുക, ഇവിടെ വരെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ നിന്നു അല്ലേ? അന്ത്യസ്ഥാനവും ഇവിടെ വരെ ആദ്യം വന്നു, പിന്നെ എവിടെ വന്നു നിൽക്കുന്നു എന്നുള്ള ഇവിടെ വന്ന് ഞാൻ നിൽക്കുക. അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലമാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ നാടോഞ്ഞില്ലേ, ഒരു കുട്ടി ഇതാണ് ഇവിടെ വന്ന് നിൽക്കുക. നല്ലപോലെ മനസ്സിലാക്കണേ. ഒരു കുട്ടി ഇവിടെ നിൽക്കുകയാണ്, അതിൻ്റെ സ്കൂൾ ഇവിടാണ്, അതൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടി ഇവിടെ നിൽക്കുകയാണ്, കുട്ടിയെ ഞാനുണ്ട് അപ്പം മനസ്സിലാവും. ഒരു കുട്ടി ഇവിടെ നിൽപ്പുണ്ട്, മീൻസ് ബോയ് ഇവിടെ നിൽപ്പുണ്ട് അല്ലേ? അതിന് സ്കൂള് ഇവിടെ ഉണ്ട്, ഷോപ്പ് ഇവിടെ ഉണ്ട്. മനസ്സിലാക്കണേ. അപ്പോൾ അതിന് ഈ ഷോപ്പിൽ ഇവിടെ വരണം. മനസ്സിലായോ? മനസ്സിലാക്കണേ നിങ്ങളെ, ഇവിടെ വരെ വരണം. അപ്പോൾ ഈ കുട്ടി താണ്ടെ പോയത് ഇവിടുന്ന് ഈ സ്കൂള് വഴി ഇവിടെ വരെ വന്നിട്ട് സ്കൂള് വഴി ഇവിടെ വരെ എത്തി. മനസ്സിലാക്കണേ. ഇതിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നു? മീൻസ് പൊസിഷൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ പൊസിഷൻ അല്ല, സോറി, ഡിസ്റ്റൻസ് എന്ന് പറയുന്നു കേട്ടോ. ഇവിടെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നില്ല അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് എന്നാവും നിങ്ങൾ അതിന് പറയുന്നത്. എന്താണ് ഡിസ്റ്റൻസ്? മീൻസ് ദൂരം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടി ദൂരം, അവൻ എതിലേക്കൂടൊക്കെയാണ് പോയത് എന്നറിയുന്നതാണ്. ഈ കുട്ടി എതിലേക്കൂടൊക്കെയാണ് പോയത്? എതിലേക്കൂടൊക്കെയാണ് പോയത്? 3 മീറ്റർ അകലെയുള്ള സ്കൂളിൽ ചെന്നിട്ട് അവിടുന്നാണ് അവൻ എന്ത് ചെയ്തത്? ഷോപ്പിലോട്ട് പോയത്. അപ്പോൾ അവൻ പോയത് ഇവിടുന്ന് ഇവിടെ വരെ, അപ്പോൾ 3 മീറ്റർ, അവിടുന്ന് ഇവിടെ വരെ ആയപ്പം 6 മീറ്റർ അല്ലേ? അപ്പോൾ അവൻ എതിരേക്കൂടൊക്കെ കറങ്ങി പോയെന്ന് നോക്കിക്കേ, നിങ്ങൾ നോക്കിയേ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഓർത്തോടെ നിങ്ങളെ, എന്താ? ഇവിടുന്ന് ഇവിടെ വരെ 3 മീറ്റർ, അവിടുന്ന് ഇവിടെ വരെ ആയപ്പോൾ 6 അല്ലേ? 6 അപ്പോൾ 6 3 9 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണെന്ന് നോക്കിക്കേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു ഷോർട്ട് ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ എളുപ്പ വഴിയിൽ ഷോർട്ട് ലെങ്തുമാണ്, സ്ട്രെയിറ്റ് ലൈനുമായിരിക്കും. ആ ഒരു ക്ലൂ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. അതാണ്ട് ഷോർട്ട് ലെങ്താണ് കേട്ടോ. ഈ ഒരൊറ്റ വാക്ക് പഠിച്ചു വെച്ചോ, ഷോർട്ട് ലെങ്താണ്. ഇപ്പുറത്ത് ഞാൻ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനായിരിക്കും കുഞ്ഞുങ്ങളെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകം. നോക്കിയേ, എളുപ്പം നമ്മൾ അങ്ങ് ചെല്ലുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതായിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. തിരിഞ്ഞു പോകരുത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ചെറുക്കൻ ചിലപ്പം ഇവിടുന്ന് അതിൻ്റെ കൂട്ടുകാരൻ ഇവിടെ നിന്നൊന്ന് വെച്ചോ, അതിൻ്റെ കൂട്ടുകാരൻ കണ്ടോ. അപ്പോൾ അവൻ ഇവിടുന്ന് ഇവിടെ വന്നു, എന്നിട്ട് അവൻ കറങ്ങി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് സ്കൂളിൻ്റെ അപ്പുറത്തുകൂടെയുള്ള റോഡേ കറങ്ങി വീണ്ടും കറങ്ങി തൻ്റെ ഈ ഷോപ്പിലാണ് വന്നത്. അപ്പോൾ അവൻ എതിലേക്കൂടെ ഒക്കെ കറങ്ങി എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ള ഇവിടുന്ന് കേട്ടോ. ഇവിടുന്ന് 3 മീറ്റർ, അവിടുന്ന് ഇതൊരു 5 മീറ്റർ ഉണ്ടെന്ന് വെച്ചോ, ഇതൊരു 3 മീറ്റർ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അവൻ എതിലേക്കൂടെ ഒക്കെ കറങ്ങി നോക്കി, ഇത് 3 മീറ്റർ, അപ്പം 3, 5, 3, 8, 8, 3, 11 മീറ്റർ എടുത്തു അവൻ ഈ ഷോപ്പിൽ വരാൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയടി സ്ട്രെയിറ്റ് ലൈനാണ്. ഒറ്റയടിക്ക് എങ്ങനെ എത്രയും വേഗം ഷോപ്പിൽ ചെല്ലും. ആ ക്ലൂ പഠിച്ചാൽ മതി. എത്രയും വേഗം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിരിക്കും. എളുപ്പ വഴിയിൽ എങ്ങനെ നമുക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരാം. അത് വളഞ്ഞും പൊളഞ്ഞും ഒന്നും ആവരുത്. സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? ഞാൻ വാരി വലിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഓരോന്നിൻ്റെയും ഇനിഷ്യലും മീൻസ് ഇംഗ്ലീഷ് അക്ഷരം ഏതാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയൊക്കെ കയറി ഇറങ്ങി നമ്മൾ ആ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നു എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. മനസ്സിലായോ? അതേപോലെ ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഏറ്റവും എളുപ്പം നമ്മൾ ചെല്ലുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ക്ലൂ പഠിച്ചാൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഏതക്ഷരമാണെന്നും നമ്മൾ പറഞ്ഞു. എസ് എന്ന അക്ഷരമാണ്. എസ് കാണണമെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇത് ഏതാ? ഇനിഷ്യലാണ്. ഇവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഇനിഷ്യൽ എന്ന് വെച്ചാൽ ആദ്യ പ്രവേഗം, ഇതെന്ന് വെച്ചാൽ ഫൈനൽ, അവസാനം എത്തിച്ചേരേണ്ടത്. ഫൈനൽ വെലോസിറ്റി, ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി അല്ലേ? ഇത് ആദ്യ പ്രവേഗം, ഇത് അന്ത്യപ്രവേഗം. ഈ അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം അങ്ങ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ഓർത്ത് വെച്ചോണേ. ഇതറിയാമെങ്കിലേ നമുക്ക് ഇക്വേഷൻ പഠിക്കാൻ പറ്റൂ. നിങ്ങൾ എളുപ്പമുള്ള, അതായത് നമുക്ക് സ്പീഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ബൈ ടൈം, എത്ര ദൂരം സഞ്ചരിച്ചോ അതിനെ നമുക്ക് സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് കാണാനാണ്? സ്പീഡ് അല്ലെ വേഗത കാണാൻ. എന്നാൽ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, അതായത് സ്ഥാനാന്തരം ബൈ സമയമാണ്. എന്നാൽ ആക്സിലറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ, ത്വരണം കാണണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാലും പറയും ചേഞ്ച് ഇൻ വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ ഉണ്ടായ മാറ്റം അല്ലേ? അതായത് പ്രവേഗമാറ്റം ബൈ സമയം എന്നതും പഠിക്കണം. അപ്പോൾ ഈ 3 നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ കണക്കൊന്നും നിങ്ങളോട് പറയുന്നില്ല, ഈ പേര് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ഇതിൽ പഠിച്ചത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്നാണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എവിടെയൊക്കെ കയറി ഇറങ്ങി എങ്ങനെയൊക്കെ ചെല്ലുന്നു, അവസാനം ചെല്ലുന്നു. അപ്പോൾ ആ നടന്ന അത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ഏതൊക്കെ ഭാഗത്തൂടാണോ ഞാൻ പോയത് അതെല്ലാം കൂടെ കൂട്ടി എഴുതുന്നതാണ് ഡിസ്റ്റൻസ്. പക്ഷെ ഒറ്റയടിക്ക് മനസ്സിലായോ? സ്ട്രെയിറ്റ് ലൈനിൽ എളുപ്പം ചെന്ന് കയറുക എന്നുള്ളത്. നോക്കിയേ, ഇവിടുന്ന് ഒറ്റയടിക്ക് ഇവിടെ വന്നു. മനസ്സിലായോ? അങ്ങനെ എളുപ്പം ഷോർട്ടസ്റ്റ് ലെങ്തിൽ ചെന്ന് കയറുന്നതിനെ എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ നമ്മളൊരു 3 ഇക്വേഷൻ പഠിച്ചു. സ്പീഡ് എങ്ങനെ കാണാം, വെലോസിറ്റി എങ്ങനെ കാണാം, ആക്സിലറേഷൻ എങ്ങനെ കാണാം. ഓക്കെ ആണല്ലോ? എൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ നിങ്ങൾ അടുത്തേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേരെന്താ? ഇക്വേഷൻ ഓഫ് മോഷൻ. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നോക്കി നിങ്ങൾ എന്താ? V = U+AT. V = U+AT. ഇതൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇക്വേഷനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് പഠിച്ചെങ്കിലേ എന്ത് പറ്റത്തുള്ളൂ? കണക്ക്. കാരണം ഇതിനകത്ത് കൂടുതലും കണക്ക് എളുപ്പമാകുക കേട്ടോ. നമ്മൾ ഈ മാത്സ് പറഞ്ഞ പോലെ അത്ര മാത്സിന് ഫസ്റ്റ് ഇക്വേഷൻ പെയർ ഓഫ് ഇക്വേഷൻ ആണ് എന്ന് പറയുന്ന പോലെ വാരി വലിച്ച് എക്സിൻ്റെ വില കാണും, വൈയുടെ വില എന്നൊന്നും പേടിക്കണ്ട. കാരണം V എന്താണെന്ന് നമുക്കറിയാം അല്ലേ?
യു എന്താണെന്ന് നമുക്കറിയാം, എ എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ. അതിപ്പോൾ നമുക്ക് വി തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എടുത്ത് വേണം ചെയ്യാൻ. കാരണം വി കണ്ടുപിടിക്കുക. വി എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ വെലോസിറ്റി. മനസ്സിലായോ? ഫൈനൽ എന്താണെന്നൊക്കെ അറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അവസാനം എവിടെ ചെന്നു, ഫൈനലിൽ എവിടെ ചെന്നു എന്ന് നമുക്കറിയത്തില്ല. മനസ്സിലായോ? അതാണ് ഫൈനൽ വെലോസിറ്റി. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യ പ്രവേഗത്തിൻ്റെ കൂടെ നമ്മൾ എത്ര ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്പീഡ്. നമ്മളൊരു വണ്ടിയുടെ ആക്സിലേറ്ററൊക്കെ അറിയത്തില്ലേ? എന്തിനാ അത് വെച്ചേക്കുന്നത്? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അല്ലേ. പിന്നെ ടൈം അല്ലേ. ഇതിൻ്റെ എല്ലാം മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കാം. വി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V = U+AT ആണ്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു. ചെറിയൊരു ഇക്വേഷനാണ്. V = U+AT. U എന്താണ്, A എന്താണ്, T എന്താണ്, V എന്താണെന്ന് നമുക്കറിയാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആവും നിങ്ങൾ എസ് കണ്ടുപിടിക്കുക. എസ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഫൈനൽ വെലോസിറ്റിയാണ് ആദ്യം കണ്ടുപിടിച്ചത്. രണ്ടാമത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? എസ് എന്ന അക്ഷരം കൊണ്ടാണ്. അതിൻ്റെ മലയാളം എന്താണ്? സ്ഥാനാന്തരം എന്നാണ്. അപ്പോൾ അത് കാണണമെന്നെങ്കിൽ UT + ½ AT². യു എന്താണെന്ന് നമുക്കറിയാം, ടി എന്താണെന്ന് നമുക്കറിയാം, ഹാഫ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. തന്നിരിക്കുന്നതിൻ്റെ പകുതി ഹാഫ്. എ എന്താണെന്ന് നമുക്കറിയാം. ടി എന്ന് വെച്ചാൽ സമയം, അതിൻ്റെ സ്ക്വയർ. ടി എന്ന് വെച്ചാൽ സമയത്തിൻ്റെ സ്ക്വയർ. ഇപ്പം 5 മിനിറ്റ് ആണെങ്കിൽ ഒരിക്കലും മിനിറ്റിൽ ഫിസിക്സിൻ്റെ കണക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളോട് 2 മിനിറ്റ് ആണെങ്കിൽ ഓർത്ത് വെച്ചോണേ നിങ്ങളെ. 2 മിനിറ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കും സമയം തന്നു 2 മിനിറ്റ്, അപ്പോൾ അതിൻ്റെ 2 മിനിറ്റിൻ്റെ സ്ക്വയർ അല്ല. എന്താണെന്നറിയാമോ? നമ്മളെ സെക്കൻഡിലോട്ട് അത് മാറ്റണം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സയൻസിനകത്തിൽ. നമ്മൾ സമയം എങ്ങനെ എടുക്കണം? സെക്കൻഡിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വേഷൻ പഠിച്ചോ കുഞ്ഞുങ്ങളെ. S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, U എന്ന് വെച്ചാൽ ഇനിഷ്യലാണ് അല്ലേ, T എന്ന് വെച്ചാൽ ടൈമാണ്, A എന്ന് വെച്ചാൽ ആക്സലറേഷൻ ആണ്, T എന്ന് വെച്ചാൽ ടൈമുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് ഇനി ഒരു ഇക്വേഷനോടുണ്ടോ നിങ്ങളെ? V² = U² + 2AS. എയും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്, യുവും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത ഏതാ? ടി തന്നിട്ടുണ്ടോ? ഇല്ല. നോക്കിയേ, ടി ഇല്ല. അപ്പം ഇല്ലാത്ത നോക്കിയേ, ടി നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ ബുദ്ധിപൂർവ്വം ഒന്ന് ചെയ്താൽ മതി, നമുക്ക് കിട്ടും കേട്ടോ. ഇതിനകത്ത് നോക്കി എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. യുവും എയും ടിയും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. മനസ്സിലായിക്കോണം. ഈ 3 ഇക്വേഷൻ പഠിച്ചോണേ നിങ്ങളെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കേ. അതായത് ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് travels with an acceleration of 10 m/s². What will be its velocity after 3 seconds? അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു, ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിലോട്ട് നമ്മൾ കയറിയിരിക്കുക, സ്റ്റാർട്ടാക്കി വണ്ടി അവിടെ ഇട്ടേക്കുക, വണ്ടി അനങ്ങുന്നില്ല, നിശ്ചലാവസ്ഥയിലിരിക്കുക. അങ്ങനെ അത് 10 m/s² ത്വരണത്തോടുകൂടി, ത്വരണം എന്ന് വെച്ചാൽ എന്താ? ആക്സിലറേറ്റർ അല്ലേ. നമ്മൾ ആക്സിലറേറ്ററെ ചവിട്ടുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു. 3 സെക്കൻഡിന് ശേഷമുള്ള പ്രവേഗം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചോദ്യം നോക്കിയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് പറക്കി എഴുതിക്കോണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ തന്നിട്ടുള്ളത് അത് പറക്കി എഴുതിക്കോണം. ഇപ്പം റെസ്റ്റിലാണെന്ന് നമ്മളോട് പറഞ്ഞു എന്ന് വെച്ചാൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ. അപ്പോൾ അതിൽ എന്താ? അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നമുക്ക് എന്തോ പറയാം? നിർത്തിയിട്ടേക്കുക അല്ലേ. ഇനീഷ്യൽ ENITIAL ഇനീഷ്യൽ വെലോസിറ്റി. എൻ്റെ മലയാളം എന്താ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പ്രവേഗം. ഇനീഷ്യൽ എന്ന് വെച്ചാൽ നിർത്തിയിട്ടിരിക്കുകയെങ്കിൽ വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 0 കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണേ. കണക്കിലോട്ട് കയറുക. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ റെസ്റ്റിലാണ്, നിർത്തിയിട്ട് റെസ്റ്റ് എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ ഓർത്താൽ മതി ഇനീഷ്യൽ 0 മനസ്സിലാക്കി തന്നെ പോണേ. ഇനിയും കൊടുത്തിട്ടുണ്ട് നോക്കിയേ, ആക്സിലറേഷൻ ഓഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിക്കൂടായോ? ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര? ആക്സലറേഷൻ മീൻസ് ത്വരണം കൊടുത്തിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 10 m/s² കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ടൈം കൊടുത്തിട്ടുണ്ട് നോക്കിയേ, 3 സെക്കൻഡ്. ടൈം കൊടുത്തിട്ടുണ്ട്. എത്ര? 3 സെക്കൻഡ്.
3 സെക്കൻഡ് അല്ലേ, 3 സെക്കൻഡ്, 3 സെക്കൻഡിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, സെക്കൻഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മിനിറ്റിലായിരുന്നില്ല, അത് സെക്കൻഡിലോട്ട് മാറ്റി. ഇവിടെ ഓൾറെഡി സെക്കൻഡിലാണ് തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. നമുക്കിതിൽ ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ അല്ലേ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, ടി എന്ന് വെച്ചാൽ ടൈം. ഇത് മൂന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കാം? നമ്മൾ പഠിച്ചു അല്ലേ, എന്തോ കണ്ടുപിടിക്കാം? വി പ്ലസ് വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി ചെയ്തുകൂടായോ? ഈ ഇക്വേഷൻ വെച്ച് ചെയ്തുകൂടായോ? അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ഇതിലെല്ലാം തന്നിട്ട് യു തന്നിട്ടുണ്ട് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി ഏത് അക്ഷരം കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞു ഇത് പഠിക്കണമെന്ന്. യു എന്ന അക്ഷരമാണ് അല്ലേ. ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു, ഏതാ? എ എന്ന അക്ഷരമാണ്. ടൈം നമ്മൾ പഠിച്ചു, ടി എന്ന അക്ഷരമാണ്. അപ്പോൾ ഇത് മൂന്നും വരുന്ന ഇക്വേഷൻ ഏതാ? ഈ ഇക്വേഷൻ അല്ലേ. അപ്പം ഡി ഈസിക്കൽ ടു യു എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങളെ? 0 ആണ്. എ എന്ന് വെച്ചാൽ എത്രയാണ്? 10 ആണ്. ടൈം എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 0നെ എഴുതേണ്ട കാര്യമില്ലല്ലോ. 10 × 3 30 അല്ലേ. 10 × എത്ര? 10 × 3 30. അപ്പം നമുക്ക് എത്ര വന്നു? 30 അല്ലേ. 10 × 3 അല്ലേ. ഓക്കെ, 30. ഇതെന്താ 30 എഴുതുക? 30 അപ്പം 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇതിൻ്റെ യൂണിറ്റ് കൂടെ പഠിച്ചു വെച്ചേക്കണേ. മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് വന്നതിൽ? 0 ഇവിടുന്ന് വന്നു. യുവിൻ്റെ വില എന്ന് വെച്ചാൽ റെസ്റ്റിലാണ്, വണ്ടി റെസ്റ്റിലാണ്, അപ്പോൾ 0 ആണ്. പിന്നെ എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 10 ആക്സിലറേഷൻ ഓഫ് എന്ന് തന്നിട്ടുണ്ട്. 3 എവിടെ നിന്ന് വന്നു? സമയം നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഏത് ഇക്വേഷൻ എടുക്കുമെന്ന് ആലോചിച്ചാൽ മതി. ഇത് 3 നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നോക്കണം. നമ്മൾ ഈ പഠിച്ച 3 ഇക്വേഷനിൽ ഏത് ഇതിനകത്ത് പറ്റും കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ. ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ഡിസ്റ്റൻസ് മോർ ദാൻ 0 ആണ്, സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇതെന്താ? സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇത് നമുക്ക് എന്താണെന്ന് പഠിപ്പിക്കാം. ഇപ്പം ഞാൻ വെക്റ്റർ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാം കേട്ടോ. സ്കെയിലർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി മോർ ദാൻ 0 ആണെങ്കിൽ ക്യാൻ ബി 0 ആസ് വെൽ കേട്ടോ. ഇവിടെ എന്താ? സ്ട്രെയിറ്റ് നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എളുപ്പ വഴി കയറി പോവുക അല്ലേ. ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻസ് ടു ദ ഫൈനൽ പൊസിഷൻ അല്ലേ. മുമ്പ് നമ്മൾ അതിൻ്റെ ക്ലൂ പഠിപ്പിച്ചല്ലേ. ഇപ്പം നമ്മൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിലേ കൂടെ കയറി അതിലേ കൂടെ കയറി ഇങ്ങനെ കയറിയൊക്കെ ഞാൻ ഇവിടെ വരുന്നതെങ്കിൽ മനസ്സിലായോ? അപ്പം ഞാൻ ഇതിലേ കൂടെ ഒക്കെയാണോ പോയത്, അതിൻ്റെ എല്ലാം എന്തെടുക്കണം? അളവെടുത്തിട്ട് വേണം ഡിസ്റ്റൻസ് കൊടുക്കാൻ. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഒറ്റ വര, എവിടോട്ടാണോ ചെല്ലേണ്ടത് അങ്ങോട്ട് ഷോർട്ടസ്റ്റ് കേട്ടോ ഡിസ്റ്റൻസ് മീൻസ് സ്ട്രെയിറ്റ് ലൈനും ആയിരിക്കണം. ഇതിനെ എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതെങ്കിൽ എഴുതിയെടുക്കണേ. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ കമൻറ്റ് കുറവ് നിങ്ങളെ നമുക്ക് പാർട്ട് 2 മുതലിടാം. ടെസ്റ്റ് എടുത്തിട്ട് ഞാൻ പാർട്ട് 2 ഇടാം. മനസ്സിലായെങ്കിൽ ഇല്ല ബോറടിക്കുന്നുണ്ടെങ്കിൽ വിട്ടുതരാം. നമ്മുടെ മാത്സും സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും എല്ലാത്തിൻ്റെയും 1ഉം 2ഉം ചാപ്റ്റർ വെച്ച് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. നിങ്ങളാണ് എന്നെ 38K വരെ ആക്കിയത്. ഇനിയും ഞാനത് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിച്ച് മാർക്ക് മേടിക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.